ഹായ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 4 മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. അപ്പം ഇതിൽ നമ്മൾ ചാൻസിൻ്റെ മാത്തമാറ്റിക്സ് അഥവാ ചാൻസ് മെഷർ ചെയ്യാൻ പോവാണ്. ഇപ്പം നമ്മൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, മഴ പെയ്യാൻ ചാൻസ് ഇല്ല, സ്കൂളിൽ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ചാൻസ് എന്ന് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണല്ലേ. പക്ഷെ അതെങ്ങനെ മെഷർ ചെയ്യാം? ഇപ്പോൾ ഒരു കോയിന് ടോസ് ചെയ്യുമ്പോൾ ഹെഡും വരാം ടെയിലും വരാം. അപ്പം അതിൽ ഹെഡ് ആവാനുള്ള ചാൻസ് എത്രയാണ്? ടോട്ടൽ 2 ചാൻസ് ആണുള്ളത്. അപ്പം അതിനെ നമ്മൾ ഔട്ട്കം എന്ന് പറയും. ഹെഡും ടെയിലും. അതിൽ ഹെഡ് വരാനുള്ള ചാൻസ് എന്ന് പറയുമ്പം അതിനെ നമുക്ക് പ്രോബബിലിറ്റി എന്ന് വിളിക്കാം. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2ൽ ഹെഡും ടെയിലും വരാമല്ലോ. അപ്പോൾ 2ൽ ഒരു ചാൻസാണ് ഹെഡിനുള്ളത്. അതുകൊണ്ട് ഹെഡ് വരാനുള്ളത്. അതുകൊണ്ട് ഹെഡിൻ്റെ പ്രോബബിലിറ്റി 1/2 ആണ്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വരാനുള്ള പ്രോബിലിറ്റി 1/2 ആണ്. അതേപോലെ ടെയിൽ വരാനുള്ള പ്രോബിലിറ്റിയും ഹെഡോ ടെയിലോ വരാം. ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 2 ആണ്. അതിൽ ഒരു ചാൻസാണ് ടെയിൽ വരാനുള്ളത്. അപ്പം നമ്മുടെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് ടെയിൽ വരാനുള്ള പ്രോബിലിറ്റി ചോദിച്ചാൽ ഫേവറബിൾ ഔട്ട്കം ടെയിൽ. അപ്പം നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം. അപ്പം ടെയിൽ വരുന്നത് 1 ആണ്. ഒരു ടെയിലല്ലേ ഉള്ളൂ. അപ്പോൾ 1/2. ഈ ഒരു ഡേയ്സ് റൂൾ ചെയ്യാണ്. അവിടെ നമുക്ക് 6 വരണോ അല്ലേ? കോയിൻ ഇറക്കണമെങ്കിൽ 6 വരണം. അപ്പോൾ 6 വെക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 6 വരാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഡേയ്സ് റോൾ ചെയ്യുമ്പോൾ 1 to 6 വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും വെക്കാം. അതിൽ 6 വെക്കാനുള്ള പ്രോബിലിറ്റി ഒരു 6 അതിലുള്ളൂ. അപ്പോൾ ഒരു ചാൻസ് ആണുള്ളത്. അപ്പോൾ 6ൽ 1. അപ്പോൾ 1/6 ആണ് 6 വരാനുള്ള പ്രോബബിലിറ്റി. ഇതാണ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. നമുക്ക് എന്തിൻ്റെ പ്രോബിലിറ്റി ആണോ കാണേണ്ടത് അതാണ് ഫേവറബിൾ ഔട്ട്കം. നമുക്ക് തന്ന കണ്ടീഷൻ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ടോട്ടൽ എത്ര ഔട്ട്കം വരാനുള്ള ചാൻസ് ഉണ്ട്, അതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ ബോക്സ് കണ്ടെയ്ൻ 6 ബ്ലാക്ക് ആൻഡ് 4 വൈറ്റ് ബോൾസ്. ഒരു ബോക്സിൽ 6 ബ്ലാക്കും ഉണ്ട് 4 വൈറ്റും ഉണ്ട്, വൈറ്റ് ബോൾസും ഉണ്ട്. അപ്പോൾ നമ്മളൊരു ബോക്സ് വരയ്ക്കുക. അതിൽ നമുക്ക് തന്നിട്ടുള്ള ബോൾസിൻ്റെ കളേഴ്സ് അവിടെ എഴുതി കൊടുക്കുക, എത്ര ബോൾസ് ഉണ്ട് എന്നുള്ളത്. ഇഫ് എ ബോൾ ഈസ് പിക്ക്ഡ് ഫ്രം ഇറ്റ്, അതിൽ നമ്മളൊരു ബോൾ എടുക്കുകയാണ്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ബ്ലാക്ക്? അത് ബ്ലാക്ക് ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? അപ്പോൾ ഇവിടെ ടോട്ടൽ 6 ബ്ലാക്കും 4 വൈറ്റും കൂടെ ചേർന്ന് 10 ബോൾസ് ഉണ്ട്. നമ്മൾ കണ്ണ് പൂട്ടിയിട്ട് ഇതിൽ നിന്നൊരു ബോൾ എടുക്കുകയാണെങ്കിൽ ഈ 10 ബോൾസിൽ ഏത് വേണമെങ്കിലും നമുക്ക് കിട്ടാം. അത് ബ്ലാക്ക് ആവാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചത്. അപ്പം നമ്മുടെ പ്രോബിലിറ്റീൻ്റെ ഇക്വേഷൻ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ ഔട്ട്കം. ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ആവാനുള്ള പ്രോബിലിറ്റി ആണല്ലോ കാണേണ്ടത്. അതാണ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത്. അതിൻ്റെ നമ്പർ എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര ബ്ലാക്ക് ഉണ്ട്? 6 അല്ലേ. ഇപ്പോൾ ഫേവറബിൾ ഔട്ട്കം നമ്പർ കിട്ടി 6 ബൈ ടോട്ടൽ ഔട്ട്കം. ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട്? 6 ബ്ലാക്കും 4 വൈറ്റും 10 ബോൾസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഔട്ട്കം 10. 6/10 ആണ് ബ്ലാക്ക് വരാനുള്ള പ്രോബിലിറ്റി. അതേപോലെ തന്നെ വൈറ്റ് വരാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് ഇപ്പോൾ വൈറ്റ് ആണ്. പ്രോബിലിറ്റി ഓഫ് വൈറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം. അപ്പോൾ വൈറ്റ് അല്ലേ. അപ്പോൾ വൈറ്റിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 4 ബൈ ടോട്ടൽ ഔട്ട്കം. ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട് ഇതിൽ? 10 ബോൾസ്. 10 ബോൾസ് എന്നാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് 4/10 ആണ് വൈറ്റിൻ്റെ പ്രോബിലിറ്റി. അപ്പം ഇങ്ങനെയാണ് പ്രോബിലിറ്റി കണ്ടുപിടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബാഗ് കണ്ടെയ്ൻ 3 റെഡ് ബോൾസ് ആൻഡ് 7 ഗ്രീൻ ബോൾസ്. ഒരു ബാഗിൽ 3 റെഡ് ബോൾസും ഉണ്ട് 7 ഗ്രീൻ ബോൾസും ഉണ്ട്. നമുക്കവിടെ എഴുതി കൊടുക്കാം 3 റെഡ് ആൻഡ് 7 ഗ്രീൻ. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? അനദർ കണ്ടെയ്ൻസ് 8 റെഡ് ആൻഡ് 7 ഗ്രീൻസ്. 8 റെഡും ഉണ്ട് രണ്ടാമത്തെ ബാഗിൽ. അനദർ കണ്ടെയ്ൻ മറ്റൊരു ബാഗ് 7 ഗ്രീൻ. രണ്ടാമത്തെ ബാഗിൽ ഇത്രയാണുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇഫ് എ ബോൾ ഈസ് ഡ്രോൺ ഫ്രം ദി ഫസ്റ്റ് ബാഗ്. ഒരു ബോള് ഫസ്റ്റ് ബാഗിൽ നിന്ന് എടുക്കുകയാണ്. കണ്ണ് കൂട്ടിയിട്ട് ഫസ്റ്റ് ബാഗിൽ നിന്ന് ഒരു ബോൾ എടുക്കുകയാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് റെഡ്? അത് റെഡ് ആവാനുള്ള പ്രോബിലിറ്റി എത്ര? അപ്പോൾ ഫസ്റ്റത്തെ ബാഗിൻ്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ബാഗിൽ നിന്ന് നമ്മളൊരു ബോൾ എടുത്താൽ അത് റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ റെഡ് ആവാനുള്ള പ്രോബിലിറ്റി ചോദിച്ചതുകൊണ്ട് ഫേവറബിൾ ഔട്ട്കം റെഡ് ആണ്. അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഫസ്റ്റ് ബാഗിൽ 3 അല്ലേ ഉള്ളൂ. അപ്പോൾ 3 ബൈ ടോട്ടൽ ഔട്ട്കം എത്രയാണ് വരുന്നത്? ഫസ്റ്റ് ബാഗിൽ ടോട്ടൽ
നമ്പർ ഓഫ് ബോൾസ് എത്രയാണ്? 10 അല്ലേ? നമ്മൾ കണ്ണുകൂട്ടി ബോൾ എടുക്കുമ്പോൾ ഈ 10 ബോൾസിൽ ഏത് ബോൾസ് വേണമെങ്കിലും കിട്ടാം, ഏത് ബോൾ വേണമെങ്കിലും കിട്ടാം. അപ്പോൾ 3 റെഡും 7 ഗ്രീനും കൂടെ ചേർന്നിട്ട് ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് അവിടെ 10 ആണ്. അപ്പോൾ 3/10 ആണ് ഒന്നിൻ്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ഫ്രം ദി സെക്കൻഡ് ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. സെക്കൻഡ് ബാഗിൽ എത്ര റെഡ് ഉണ്ട്? ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് സെക്കൻഡ് ബാഗിൽ 8 റെഡ് ബോൾസ് ബൈ ടോട്ടൽ ഔട്ട്കം എത്രയാ? 8 റെഡും 7 ഗ്രീനും, 8 റെഡും 7 ഗ്രീൻസും. അപ്പോൾ എത്രയുണ്ട്? 8 + 7 15 ബോൾസ് ഉണ്ട്. അപ്പം 8/15 ആണ് സെക്കൻഡ് ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. തേർഡ് ക്വസ്റ്റ്യൻ എന്താ? ദ ബോൾസ് ഇൻ ബോത്ത് ബാഗ്സ് ആർ പുട്ട് ടുഗദർ. ഈ രണ്ട് ബാഗിലുള്ള ബോൾസും ഒന്നിച്ചിടാണ്. അപ്പോൾ എത്ര ബോൾസായി? 3 റെഡും 8 റെഡും കൂടെ ചേർന്നിട്ട് 11 റെഡ് ആവുമല്ലോ. 7 ഗ്രീനും കൂടെ ചേർത്ത് 14 ഗ്രീൻ ബോൾസും ആവും. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് റെഡ്? എന്നിട്ട് അതിൽ നിന്നൊരു ബോൾ എടുക്കുകയാണെങ്കിൽ അത് റെഡ് ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? എത്ര റെഡ് ഉണ്ട് ഇവിടെ? 11 റെഡ് അല്ലേ? ബൈ ടോട്ടൽ ഔട്ട്കം എത്രയാ? ഒന്നിച്ചിടുന്നത് കൊണ്ട് തന്നെ അവിടെ 11 റെഡും 14 ഗ്രീനും കൂടെ ചേർന്നിട്ട് 25 ബോൾസ് ഉണ്ടല്ലോ. അതിൽ നിന്നാണ് നമ്മൾ ബോൾ എടുക്കുന്നത്. അതുകൊണ്ട് ടോട്ടൽ ഔട്ട്കം അവിടെ 25 ആണ്. 11/25 ആണ് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ ബാഗ് കണ്ടെയ്ൻസ് 3 റെഡ് ബീഡ്സ് ആൻഡ് 7 ഗ്രീൻ ബീഡ്സ്. 3 റെഡ് ബീഡ്സും ഉണ്ട്, 7 ഗ്രീൻ ബീഡ്സും ഉണ്ട്. അനദർ കണ്ടെയ്ൻസ് 1 മോർ ഓഫ് ഈച്ച്. ഓരോന്നും ഒന്ന് കൂടുതലുണ്ട് മറ്റൊരു ബാഗിൽ. എന്ന് വെച്ചാൽ 7 ഗ്രീൻ ഉള്ളത് 8 ഗ്രീനാവും. ഓരോന്നും ഒന്ന് കൂടുതലുണ്ടെന്നല്ലേ? 1 മോർ ഓഫ് ഈച്ച്, ഓരോന്നും ഒന്ന് കൂടുതലാണ്. അപ്പം 3 റെഡ് ഉള്ളത് 4 റെഡ് ആവും, 7 ഗ്രീൻ ഉള്ളത് 8 ഗ്രീൻ ആവും. ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ഫ്രം വിച്ച് ബാഗ് ഈസ് ഗ്രേറ്റർ? ഏത് ബാഗിൽ നിന്നാണ് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി കൂടുതൽ? റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി ഫസ്റ്റ് ബാഗിൽ എത്രയാ? ഫേവറബിൾ ഔട്ട്കം 3 ആണ്. ബൈ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 3ഉം 7ഉം 10 അല്ലേ? സെക്കൻഡ് ബാഗിൽ റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് റെഡ് നമ്പർ 4 ആണ്. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം 4 ആണ്. ബൈ ടോട്ടൽ ഔട്ട്കം എത്രയാണ്? 4 ഗ്രീനും 8 റെഡും 12. ഇതിൽ ഏതാണ് വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ വലുത് ഏതാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അത് ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പോൾ എങ്ങനെയാണ് ഡിനോമിനേറ്റർ സെയിം ആക്കുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം? ഡിനോമിനേറ്റർ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 10 × 12 120 വരുമല്ലോ. അപ്പോൾ രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ നമുക്ക് ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ കിട്ടും. എന്നിട്ട് ന്യൂമറേറ്ററിന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ 3 ആണ് വരുന്നത്. 3നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ക്രോസ് ആയിട്ട്. അപ്പോൾ 3 × 12 36 വരും. രണ്ടാമത്തെ ന്യൂമറേറ്റർ 4 ആണ്. 4നെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 × 10 വരും. അപ്പോൾ ഇവിടുത്തെ ന്യൂമറേറ്റർ 48 മാറും. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയി. ഇനി ഇതിലേതാ വലുതെന്ന് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? ഏതാ വലുത്? 4/120 അല്ലേ? 36/120 ഈസ് ലെസ് ദാൻ 40/120. 40/120 ആണ് വലുത്. അതുകൊണ്ട് ഗ്രേറ്റർ പ്രോബബിലിറ്റി ഏതിനാണ്? സെക്കൻഡ് ബാഗിനാണ് ഗ്രേറ്റർ പ്രോബബിലിറ്റി ഉള്ളത്. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. അടുത്തത് നമുക്ക് നമ്പർ പ്രോബബിലിറ്റിയാണ്, നമ്പേഴ്സിലുള്ള പ്രോബബിലിറ്റി. നമുക്ക് കുറേ നമ്പേഴ്സ് അറിയാം അല്ലേ? ഈവൺ നമ്പർ, ഓഡ് നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്, പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1ഉം ആ സെയിം നമ്പർ അല്ലാതെ വേറെ ഫാക്ടേഴ്സ് ഒന്നും ആ നമ്പേഴ്സിന് ഉണ്ടാകാൻ പാടില്ല. 2, 3, 5, 7, 8 ഇല്ല, 9 ഇല്ല, 10 ഇല്ല, പിന്നെ 11. 7 കഴിഞ്ഞാൽ പിന്നെ 11 ആണ് പ്രൈം നമ്പർ വരുന്നത്. അതേപോലെ 1 ഡിജിറ്റ് നമ്പേഴ്സ് 1 to 9. എത്ര നമ്പേഴ്സ് ഉണ്ട്? 9 നമ്പേഴ്സ് ഉണ്ട്. 2 ഡിജിറ്റ് നമ്പേഴ്സ്, രണ്ടക്ക സംഖ്യകൾ. എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? 99 വരെയാണ്. അതിൽ 1 to 9
1 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി 92 ഡിജിറ്റ് നമ്പേഴ്സാണ് നമുക്കുള്ളത്. അതേപോലെ തന്നെ 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 999 വരെ. അതിൽ 99 നമുക്ക് എന്തല്ല, 99 വരെയുള്ള നമ്പേഴ്സ് 3 ഡിജിറ്റ് അല്ല. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ 900 3 ഡിജിറ്റ് നമ്പേഴ്സാണുള്ളത്. ഓക്കെ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നമുക്ക് നമ്പർ പ്രോബിലിറ്റി എങ്ങനെ കാണുന്നു നോക്കാം. ഇൻ ഈച്ച് ഓഫ് ദി പ്രോബ്ലംസ് ബിലോ, താഴെ കൊടുത്തിട്ടുള്ള പ്രോബ്ലത്തിൽ കമ്പ്യൂട്ട് ദ പ്രോബിലിറ്റി ആസ് ഫ്രാക്ഷൻ ആയിട്ട് പ്രോബിലിറ്റി കാണണം. ദെൻ റൈറ്റ് ഇറ്റ് ഇൻ ഡെസിമൽ ഫോമിൽ കാണണം. ആൻഡ് ആസ് എ പെർഫെക്റ്റ് സ്ക്വയർ ആൻഡ് ആസ് എ പെർസെൻറ്റേജിലും കാണണം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് വൺ നമ്പർ ഫ്രം 1 to 3 up to 10 ഈസ് ചൂസൺ. 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ കടലാസിൽ എഴുതിയിട്ട് ഇതാണ്. 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ ഒരു നമ്പർ ചൂസ് ചെയ്യാണ്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ? അതൊരു പ്രൈം നമ്പർ ആവാനുള്ള പ്രോബിലിറ്റി. നമുക്ക് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് പ്രൈം നമ്പർ? പ്രൈം നമ്പർ ആവാനുള്ള പ്രോബിലിറ്റി ചോദിക്കുമ്പോൾ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സാണ്. 1 to 10ൻ്റെ അടുക്ക് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എത്രയാണ്? 2 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൈം നമ്പർ. 2, 3, 5, 7 പിന്നെ 11 ആണുള്ളത്. 11 10 1 to 10ൽ ഉള്ളതല്ല, അതുകൊണ്ട് 4 പ്രൈം നമ്പേഴ്സേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എഴുതി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10 നമ്പേഴ്സാണുള്ളത്. അപ്പോൾ അതിൽ പ്രൈം നമ്പേഴ്സാണ് ചോദിച്ചിട്ടുള്ളത്. 2, 3, 5, 7. വേറെ പ്രൈം നമ്പർ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ 4 പ്രൈം നമ്പേഴ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം, പ്രോബബിലിറ്റി ഓഫ് പ്രൈം നമ്പർ ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 4 ആണ് ബൈ ടോട്ടൽ ഔട്ട്കം. 1 to 10 വരെയുള്ള നമ്പേഴ്സ് അല്ലേ, അപ്പോൾ ടോട്ടൽ ഔട്ട്കം 10. ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? ഡെസിമലിലോട്ട് മാറ്റണം. താഴെ ഒരു 0 ഉള്ള 10 ആയതുകൊണ്ട് മുകളിൽ ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കാം. പോയിന്റ് കാണാൻ വേണ്ടി 0 ഇട്ടിട്ടുണ്ട്. അപ്പോൾ 0.4. ഇനി പെർസെൻറ്റേജിലോട്ട് മാറ്റണമെങ്കിൽ 4/10 നമുക്ക് എങ്ങനെ എഴുതാം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഓരോ 0 മുകളിലും താഴെയും ക്യാൻസൽ ചെയ്താൽ 4 × 10 40%. ഡെസിമൽ ഫോമിലും എഴുതി, പെർസെൻറ്റേജിലും എഴുതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് വൺ നമ്പർ ഫ്രം 1 to 3 up to 100, 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് ചൂസ് ചെയ്തു. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ 2 ഡിജിറ്റ് നമ്പർ? അത് 2 ഡിജിറ്റ് നമ്പർ ആവാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു ഫേവറബിൾ ഔട്ട്കം. ഫേവറബിൾ ഔട്ട്കം എന്താണ്? എന്തിൻ്റെ പ്രോബിലിറ്റിയാണ് ചോദിച്ചത് നമ്മുടെ അടുത്ത്? പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ 2 ഡിജിറ്റ് നമ്പർ. 2 ഡിജിറ്റ് നമ്പർ ആവാനുള്ള പ്രോബിലിറ്റി. എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് നമുക്ക്? 90 അല്ലേ? 10 to 99 വരെ 90 നമ്പേഴ്സാണുള്ളത്. ബൈ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 1 മുതൽ 100 വരെയുള്ള നമ്പറിന് ഒരു നമ്പറാണ് ചൂസ് ചെയ്തത്. അപ്പോൾ 1 to 100 നമ്പേഴ്സാണ് എന്ത്? ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത്. 1 മുതൽ 100 വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അതിൽ 2 ഡിജിറ്റ് ആവാനുള്ള പ്രോബിലിറ്റി ചോദിച്ചാൽ 92 ഡിജിറ്റ് നമ്പേഴ്സാണുള്ളത്. അപ്പോൾ 90/100. ഓരോ 0 ക്യാൻസൽ ചെയ്താൽ ബാക്കി 9/10 ഉണ്ട്. ഇതാണ് ഫ്രാക്ഷൻ. ഡെസിമലിലോട്ട് മാറ്റുമ്പോൾ എന്ത് വരും? താഴെ ഒരു 0 ആണ് വരുന്നത്, മുകളിൽ ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടെടുത്ത് പോയിന്റിന് മുന്നേ 0 ഇട്ടെടുത്ത്. ഇനി പെർസെൻറ്റേജിലോട്ട് മാറ്റണമെങ്കിൽ 9/10 പെർസെൻറ്റേജിലോട്ട് മാറ്റണമെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മുകളിലും താഴെയും ഓരോ 0 കട്ട് ചെയ്ത് പോയാൽ 9 × 10 90. പെർസെൻറ്റേജിലോട്ട് മാറ്റാനല്ലേ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ പെർസെൻറ്റേജിലും ആയി, ഡെസിമലിലും ആയി, ഫ്രാക്ഷനിലും ആയി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഈസ് ആസ്ക്ഡ് ടു സേ എ 2 ഡിജിറ്റ് നമ്പർ. ഒരു പേഴ്സൻ്റെ അടുത്തൊരു 2 ഡിജിറ്റ് നമ്പർ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ? അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 2 ഡിജിറ്റ് നമ്പറാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 90 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ 90 ആണ് ടോട്ടൽ ഔട്ട്കം. ആ 90 2 ഡിജിറ്റ് നമ്പേഴ്സിൽ ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് പറയാം അല്ലേ. അപ്പം വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ? അത് പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെയാണ്? 1, 4 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് അല്ലേ. 3ൻ്റെ സ്ക്വയർ 9, 4 സ്ക്വയർ 5 സ്ക്വയർ 6 സ്ക്വയർ 7 സ്ക്വയർ 8 സ്ക്വയർ 9 സ്ക്വയർ 10 സ്ക്വയർ. അപ്പോൾ 2 ഡിജിറ്റ് നമ്പറാണ്
നമ്മുടെ അടുത്ത് പറയാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിതിൽ എത്ര അത് പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ 2 ഡിജിറ്റ് നമ്പർ തന്നെ പറയണ്ടേ. അപ്പോൾ അത് പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 2 ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെയാണ്? ഇത്രയും നമ്പേഴ്സ് അല്ലേ. 6 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് 2 ഡിജിറ്റിൽ വരുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 6 ബൈ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 90. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലേ 6 ബൈ 90. 2 ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. 2 ഡിജിറ്റ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയേഴ്സ് 6 ബൈ 90 ആണ് അവിടെ ആൻസർ വരും. എ പേഴ്സൺ ഈസ് ആസ്ക്ഡ് ടു സേ 3 ഡിജിറ്റ് നമ്പർ. കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഇതാണ് നമ്പർ പ്രോബബിലിറ്റി. നമുക്ക് ജോമെട്രി പ്രോബിലിറ്റി നോക്കാം. ജോമെട്രി പ്രോബിലിറ്റി എന്ന് പറയുമ്പം ഷേപ്പ് ഉണ്ട് അല്ലേ. ടോട്ടൽ ഷേപ്പിൽ എത്ര എന്ന് പറയുന്നതാണ്. നമ്മളിപ്പോൾ ഈ സ്പിന്നർ ഇങ്ങനെ കറക്കുകയാണെങ്കിൽ ടോട്ടൽ ഇവിടെ 8 പാർട്ട് ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും വരാം. അപ്പോൾ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 8 ആണ്. ഇതിൽ ഏത് കളർ വേണമെങ്കിലും വരാം. അത് യെല്ലോ ആവാനുള്ള പ്രോബിലിറ്റി എത്ര? അപ്പോൾ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് യെല്ലോ ആണ്. ഇവിടെ എത്ര യെല്ലോ ഉണ്ട്? ഇതിൽ 3 വന്നാലും യെല്ലോ തന്നെയല്ലേ കിട്ടുക. നമ്മുടെ ഫേവറബിൾ ഔട്ട്കം തന്നെയല്ലേ വരിക. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഈ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 8 പാർട്ട് ഉണ്ട്. 8 ഏത് വേണമെങ്കിലും വരാം. അപ്പോൾ 3/8 ആണ് യെല്ലോൻ്റെ പ്രോബിലിറ്റി വരുന്നത്. പർപ്പിളിൻ്റെ പ്രോബിലിറ്റി ആണെങ്കിലോ 2 പർപ്പിൾ ഉണ്ട് അല്ലേ. ഈ 2 പർപ്പിളിൽ ഏത് വേണമെങ്കിലും വരാം. ബൈ 8 ആണ് ടോട്ടൽ ഔട്ട്കം. അതാണ് ജോമെട്രി പ്രോബിലിറ്റി. ഈ ജോമെട്രി പ്രോബിലിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഒരേ ഷേപ്പ് ആക്കി കഴിഞ്ഞാൽ മതി. അപ്പോൾ പെട്ടെന്ന് കിട്ടും. നമുക്കിപ്പം നമ്മൾ കണ്ണ് കൂട്ടിയിട്ട് ഈ ഒരു ഷേപ്പിൽ റെക്റ്റാങ്കിൾസിൻ്റെ ഉള്ളിൽ നമ്മൾ ഡോട്ട് ഇടാണ്. കണ്ണ് കൂട്ടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ അത് ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ തന്നെ വരാനുള്ള പ്രോബിലിറ്റി ചോദിച്ചു. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഇതിനെ ഒരേപോലെയുള്ള ഷേപ്സ് ആക്കണം. നമുക്കിവിടെ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് 4 ഒരേപോലത്തെ ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. 4 ട്രയാങ്കിൾസ് ഇല്ലേ. 4. അപ്പോൾ അതിൽ ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ വരാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 2 ഈക്വൽ പാർട്ടല്ലേ ഉള്ളത്. അപ്പം 4 2 ഈ 2 ഏത് വേണമെങ്കിലും വന്നൂടെ. അപ്പോൾ ടോട്ടൽ ഔട്ട്കം 4 ആണ്. അതിൽ ഈ 2 പാർട്ടിൽ എവിടെ വന്നു കഴിഞ്ഞാലും ഈ 2 ട്രയാങ്കിൾസിൽ എവിടെ വന്നു കഴിഞ്ഞാലും അത് ട്രയാങ്കിളിൻ്റെ ഉള്ളിലാണ്. അപ്പം ടോട്ടൽ 4ൽ 2 ആണ് ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഡോട്ട് വരാനുള്ള പ്രോബബിലിറ്റി. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? നമുക്കിതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരേപോലത്തെ ഷേപ്പ്സ് കിട്ടുമല്ലോ. ഒരേപോലത്തെ 8 1 2 3 4 5 6 7 8 8 ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്. അതിൽ 1 2 3 4 ആ ഗ്രീൻ പോർഷൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഇടുന്ന ഡോട്ട്, കണ്ണ് കെട്ടിയിട്ട് ഡോട്ട് ഇടുമ്പോൾ ആ ഗ്രീൻ സ്ക്വയറിൻ്റെ ഉള്ളിൽ തന്നെ വരാനുള്ള പ്രോബിലിറ്റി ടോട്ടൽ ഷേപ്സ് 8. അതിൽ സർക്കിളിൻ്റെത് 4 വന്നതുകൊണ്ട് 8ൽ 4 ചാൻസ് ആണുള്ളത്. അടുത്തത് സ്റ്റാർ നോക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഡോട്ട് ഇടുമ്പോൾ അത് ഈ ഹെക്സഗണിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് വരാനുള്ള പ്രോബിലിറ്റി നമ്മൾ ഒരേപോലത്തെ ഷേപ്സ് ആക്കാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ചെയ്യാം. നമുക്ക് ഒരേപോലത്തെ ഷേപ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് കുറേ ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 12 അല്ലേ. 12ൽ ആ ഹെക്സഗണിൻ്റെ ഉള്ളിൽ വരാനുള്ള പ്രോബിലിറ്റി ചോദിച്ചാൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഇതിലെവിടെ വേണമെങ്കിലും വരാമല്ലോ. അപ്പം 1 2 3 4 5 6 അല്ലേ അവിടുത്തെ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പോൾ 6/12 എന്ന് വെച്ചാൽ 1/2. 2നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒക്കെ വരുന്നത് 1/2 തന്നെയാണ്. അടുത്തത് നോക്കാം. ജോമെട്രി പ്രോബബിലിറ്റിയിൽ അടുത്ത ക്വസ്റ്റ്യന് ഇവിടെ നമ്മൾ കണ്ണ് കൂട്ടിയിട്ട് ഡോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇത് ഈ ട്രയാങ്കിൾ ഗ്രീൻ കളറിൽ കാണുന്ന ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ വരാനുള്ള പ്രോബിലിറ്റി തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ഈക്വൽ പാർട്ടാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നമുക്കിവിടെ ഒരു
സെൻട്രൽ പോയിൻ്റ് മാർക്ക് ചെയ്യാം. നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും രണ്ട് സൈഡിൽ നിന്ന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് അത് കൂട്ടിമുട്ടുന്ന പോയിൻ്റ് നമുക്ക് സെൻട്രൽ പോയിൻ്റ് കിട്ടൂലേ. ഇത് നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾസൊക്കെ ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കൂലേ. അപ്പോൾ ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 1 2 3 4 5 6. ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ നമ്മൾ ഡോട്ട് ഇടുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഡോട്ട് ഇടുമ്പോൾ അത് ഈ ഗ്രീൻ കളറിൽ കാണുന്ന ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ തന്നെ വരാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? ഈ മൂന്നെണ്ണത്തിൽ എവിടെയെങ്കിലും വന്നാൽ പോരെ. സോ ടോട്ടൽ 6 പാർട്ട് ഉണ്ട്, മൂന്നെണ്ണത്തിൽ എവിടെയെങ്കിലും ഒന്ന് വന്നാൽ മതി. അപ്പോൾ 6ൽ 3 ചെറുതാക്കി കഴിഞ്ഞാൽ 2നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. 1/3. അടുത്തത് സർക്കിള്. സ്ക്വയറിൻ്റെ ഉള്ളിലാണ് സർക്കിൾ വന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോബിലിറ്റി എങ്ങനെ നമുക്ക് ഒരേ ഷേപ്പ് ആക്കാൻ പറ്റും? സർക്കിളിനെയും സ്ക്വയറിനെയും ഇല്ല. അപ്പോൾ ഇതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏരിയ സ്ക്വയറിൻ്റെ ഏരിയയിൽ അതിൻ്റെ സർക്കിളിൻ്റെ ഉള്ളിൽ വരാനുള്ള പ്രോബിലിറ്റി, സർക്കിളിൻ്റെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ ഏരിയ ബൈ ടോട്ടൽ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ടോട്ടലി സ്ക്വയർ വരുന്നുണ്ട്. അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ, ടോട്ടൽ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സ്ക്വയർ, ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഉള്ളിലുള്ള അളവ്, ഏരിയ ഓഫ് സ്ക്വയർ. ഇതിൻ്റെ ഉള്ളിൽ വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ എന്ത് വരും? നമ്മളിങ്ങനെ ഒരു റേഡിയസ് വരച്ചു, സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്ന റേഡിയസ് വരച്ചു. അപ്പോൾ നമുക്കറിയാം ഡയമീറ്റർ വരച്ചു. നമുക്കറിയാം സെൻറ്ററിൽ നിന്ന് ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഡയമീറ്ററിൻ്റെ സെൻറ്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റിലോട്ടുള്ള ദൂരം ഇതാണല്ലോ റേഡിയസ്. ഇവിടുന്ന് അങ്ങോട്ടും റേഡിയസ് 2r വരൂലേ ഈ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ? 2r വരും. അപ്പോൾ ഈ ഡയമീറ്റർ 2r ആണ്. അത് തന്നെയല്ലേ ഈ സ്ക്വയറിൻ്റെ സൈഡും വരുന്നത്? സ്ക്വയറിൻ്റെ സൈഡും വരുന്നത് തന്നെയല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? സ്ക്വയറിൻ്റെ ഒരു സൈഡ് നമുക്ക് കിട്ടിയപ്പോൾ 2r. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും? സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2r ഇൻറ്റു 2r അല്ലേ, 4r സ്ക്വയർ. 4r സ്ക്വയർ ആണ് സ്ക്വയറിൻ്റെ ഏരിയ വരുന്നത്. ടോട്ടൽ ഔട്ട്കം കിട്ടി. ഇനി നമുക്ക് ഫേവറബിൾ ഔട്ട്കം കിട്ടണ്ടേ? ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ ഉള്ളിൽ വരണം. ഡോട്ട് കഴിയുമ്പോൾ സർക്കിളിൻ്റെ ഉള്ളിൽ വരണം, അപ്പോഴാണ് ഫേവറബിൾ ഔട്ട്കം ആവുക. അപ്പോൾ അതിൻ്റെ ഏരിയ നോക്കിയാൽ മതി. 6 ആണ് റേഡിയസ് എങ്കിൽ അതിൻ്റെ ഏരിയ എന്തായിരുന്നു? πr സ്ക്വയർ. ഓരോ r സ്ക്വയറും വെട്ടിപ്പോവില്ലേ. ബാക്കിയുള്ളത് π/4. പിന്നെ നമുക്കുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ, നമുക്ക് പേയേഴ്സാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം അല്ലേ. ഓക്കെ, ബൈ.